ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളതൊരു ഉള്ളി സാമ്പാറാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പച്ചക്കറിയും ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി സാമ്പാർ തയ്യാറാക്കാം. അതിന് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല അടിപൊളി സാമ്പാർ തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പ്രത്യേകിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഒരു കപ്പിന് 3/4 കപ്പോളം പരിപ്പ് ഞാൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഈ പരിപ്പിനെ വേവിച്ചെടുക്കേണ്ടത്. അതായത് പറഞ്ഞാൽ ഒരു വിസിലിന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഒരു വിസിലിന് വെക്കാൻ, അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ബാക്കി 3-4 വിസിൽ വെക്കാൻ. ഓരോരുത്തരെ കുക്കറിലെ വേവിനനുസരിച്ചിട്ട് നമുക്ക് വെക്കാം. ഇതിനി അടുപ്പത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് പരിപ്പ് വേകുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്യേണ്ടത് ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ അലിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ പുളിക്ക് വേണ്ടിയിട്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചിട്ടാണ് വെക്കാൻ. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഘട്ടം പരിപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കാനുള്ളതാണിത്. അപ്പോൾ നമുക്കിത് കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് മാത്രമോ ഓവറായിട്ട് പുളിയും ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് പുളി മാത്രം എടുത്തിട്ട് നമുക്ക് അതിനെ പിഴിഞ്ഞിട്ട് അരിച്ചിട്ട് തയ്യാറാക്കി വെക്കാം. അതിൻ്റെ സൈഡായിട്ട് ഞാൻ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു വലിയ കപ്പ് തന്നെ വേണം, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തയ്യാറാക്കാം. ഗ്യാസിൻ്റെ മേലെ ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് നെയ്യും കടുകൊക്കെ നമുക്കപ്പോൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകല്ല, വെളിച്ചെണ്ണ. ഇതിൻ്റെ അകത്ത് ഫ്രൈ പാനിൻ്റെ അകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി, നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് വെച്ചതാണ് ഞാൻ. അപ്പോൾ അതാണ് ഒരു വലിയ കപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ച് വെയിറ്റ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി മുഴുവനായിട്ട് ഇട്ടത് കൊണ്ട് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ വലിയ തീയിലാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുവരെ നല്ലോണം മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള സാധനം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊന്നും പരിപ്പിൽ ചേർത്തിട്ടില്ല. പരിപ്പിൽ വെറും മഞ്ഞളും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു കഷ്ണം നല്ലോണം നേരത്തെ ചതച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിനൊന്ന് നന്നായിട്ട് വാടി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് അതായത് മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് അടിയാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് കൂടി വേവിച്ച് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് വെന്ത് നമ്മൾ കറി തയ്യാറാക്കുന്ന സമയത്ത് നല്ലോണം അടിഞ്ഞിട്ടാണ് ഉണ്ടാകാൻ, ഉള്ളിയൊന്നും കാണാനേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ തക്കാളിയും നല്ലോണം വേവേണ്ടതാണ്. ഇതിൽ നിന്ന് തന്നെ കുക്കറിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ നല്ലോണം വേവേണ്ടതാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയാണ് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കയ്യിൽ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരു സാമ്പാർ തയ്യാറാക്കാം. സാമ്പാർ ഉണ്ടാകുമ്പോൾ വേറെ പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ തയ്യാറാക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിട്ട് ആ ചേരുവകളൊക്കെ നന്നായിട്ട് ഇവിടെ വാടിയിട്ടുണ്ട്. എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഉള്ളിയാണെങ്കിലും തക്കാളി ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ്. അതായത് മുളക് പൊടി 1 സ്പൂണേ ഇട്ടിട്ടുള്ളൂ, മല്ലിപ്പൊടി 1 സ്പൂണേ ഇട്ടിട്ടുള്ളൂ, മുളക് പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് അതിനെ റെഡിയാക്കി വെക്കുക. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അവരെല്ലാം ഒന്ന് ആവശ്യത്തിനെല്ലാം ഒന്ന് വാടിയിട്ടുമുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാം വാടിയിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് സാമ്പാർ പൊടി ഞാൻ ചേർക്കുന്നില്ല. അത് സാമ്പാർ പൊടി ചേർക്കണില്ലെങ്കിൽ ചേർക്കണ്ട. നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ചെറിയ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ കായത്തിൻ്റെ പൊടിയാണ്. കായം എന്ന് പറഞ്ഞാൽ പൊടിയായത് കൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. കഷ്ണമാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല, അതിൻ്റെ പകുതിയേ വേണ്ടി വരുള്ളൂ.
അപ്പോൾ നിങ്ങൾ കഷ്ണമാണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് കറിവേപ്പില, ഒരു വന്ന് കറിവേപ്പില ചെറുതായിട്ട് എരിഞ്ഞിട്ടത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി യോജിപ്പിക്കുക. എല്ലാം നല്ലോണം അടിയൂ ലാസ്റ്റ് ഘട്ടത്തുമ്പോഴത്തേക്ക്. എല്ലാം ഒന്ന് മൂത്ത് ഇളകി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളമാണ്. അപ്പോൾ അത് അരിച്ച രീതിയിൽ വീത്തി കൊടുക്കാം. മുഴുവനായിട്ട് വീത്തി കൊടുക്കാതെ അരിച്ച രീതിയിൽ വീത്തി കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. അതും ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് സെറ്റാക്കിയിട്ട് റെഡിയാക്കാൻ. എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച റെഡിയാക്കി വെച്ച പരിപ്പാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം എല്ലാം വാടി വെന്ത് റെഡിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം വാടിയിട്ടാണുള്ളതെന്ന്. ഇപ്പോൾ പരിപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം സെറ്റായി. പരിപ്പ് വേകുന്ന സമയത്ത് നല്ലോണം വേവിച്ചെടുക്കണം. പരിപ്പാണ് ഇട്ടത് നമ്മൾ കാണാൻ പാടില്ല, ആ രീതിയിൽ വേവിച്ചിട്ട് നല്ലോണം എടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി വെക്കാം. തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ഈ സമയത്ത് തിളക്കുന്നതിന് തിക്കായി വരൂ. അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഓവറായിട്ട് ലൂസ് വേണ്ടുന്നവരാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വീണ്ടും അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇറക്കി വെച്ചാൽ ഒന്ന് തിക്കായി വരൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് കൊടുക്കേണ്ടവർക്ക് സെർവ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഘട്ടം നമ്മൾ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇറക്കുന്നതിന് മുന്നേ മല്ലിച്ചപ്പ് ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഒന്ന് തിളക്കുന്നവരെ കാത്തു വെക്കുക. അതിനുശേഷം ഓഫാക്കിയിട്ട് അതിനെ മാറ്റി വെക്കുക. ഒന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഇറക്കിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പണിയും കൂടി ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇറക്കിയിട്ട് മാറ്റി വെച്ചിട്ട് കടായി വെച്ചിട്ട് നമുക്ക് കാച്ചി വീത്തേണ്ട പരിപാടിയിലേക്ക് പോകാം. അപ്പം നമുക്കിതാ ഞാൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് കടുകാച്ചി ഒഴിക്കലാണ്. അതിന് വേണ്ടി ഒരു കടായി വെച്ചിട്ട് നമുക്ക് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് കുറച്ച് മാറി നിൽക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് തന്നെ കുറച്ച് അത് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായമുളക് ഒരു 2 പീസാക്കിയിട്ട് അതുകൂടി ഒന്ന് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെയ്യേണ്ടത് സാമ്പാറിന്, ഉള്ളി സാമ്പാറിന്. അപ്പം നിങ്ങൾ ഒന്നും കയ്യിലില്ലെങ്കിലും ഇതുപോലെ ഒരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ പിന്നെ എൻ്റെ വീഡിയോ കാണുക ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. ഞാൻ ഇതുപോലെ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ദോശൻ്റെ കൂടെ ആണെങ്കിലും മറ്റ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും സാമ്പാർ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. സാമ്പാർ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഉള്ളി സാമ്പാറാണെന്ന് ആരും കണ്ടാൽ തന്നെ പറയില്ല. നല്ല അടിപൊളി ഉള്ളി സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഒരു പച്ചക്കറിയും ഇല്ലെങ്കിലും കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉള്ളി സാമ്പാർ റെഡിയാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ഓക്കെ ബായ്.